ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, എൻ്റെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണിത്. അപ്പോൾ ഇത് ഒരുപാട് പഴുത്ത് കിടപ്പുണ്ട് താഴെ മുകളിലൊക്കെ ആയിട്ട്. എല്ലാവരും ഒരു സംശയമാണ് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ ഡ്രമ്മിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് മുകളിലൊരു 2 ആയിട്ടുണ്ട്, താഴെ അതുപോലെ തന്നെ 3 ഉണ്ട്. ഒരുപാട് പരിചരണമൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിൻ്റെ അകത്ത് നല്ല റെഡ് കളറാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല മധുരമുണ്ട്. പിന്നെ താഴെ നമ്മൾ നടുമ്പോൾ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും കുറച്ച് വലിപ്പം കുറവായിരിക്കും ഇതിന്. ഒരു മീഡിയം സൈസ് ഫ്രൂട്ടായിരിക്കും. കണ്ടോ, ഒരു മീഡിയം വലിപ്പം ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ഞാൻ ടെറസിൻ്റെ മുകളിൽ നട്ടിരിക്കുന്നതാണിത്. ഒരു ഡ്രമ്മിനകത്താണ്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കയറ്റി വിട്ടേക്കാണിത്. ഇതിനകത്ത് ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട്. പലരും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമോ, മെസ്സേജായിട്ടൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷമായി നട്ടിട്ട് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല, എന്ത് വളമാണ് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. കണ്ടോ, അപ്പം നമുക്ക് ഡ്രമ്മിൽ വെച്ച് കഴിയുമ്പോൾ ഒരുപാട് വലിപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വലിപ്പം ഒരു ആവറേജ്. താഴത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിപ്പമുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ താഴെ വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളുടെ ചോലയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കായകൾ കുറയും. ടെറസിൻ്റെ മുകളിലാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണല്ലോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ വെയിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ലാഡർ സെറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചില്ലകൾ മുകളിലേക്ക് പോയിട്ട് ഈ ചില്ലകളൊക്കെ ഇനി അതിൽ നിന്ന് ഇങ്ങനെ കട്ടിങ്സ് വന്ന് മൊത്തത്തിൽ ഈ ലാഡർ കംപ്ലീറ്റ് ആവും. ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ തണ്ടയിലും നമുക്ക് കായ കിട്ടും. കണ്ടോ, ഇത് ഉള്ളിൽ നല്ല റെഡ് കളറുള്ള ടൈപ്പ് മലേഷ്യൻ റെഡ്, അതാണിത്. പിന്നെ അതിനകത്തുള്ളത് ഉള്ളിൽ വെള്ള കളർ വന്നത് ഉണ്ട്. പിന്നെ ഇസ്രായേൽ യെല്ലോ എന്ന് പറഞ്ഞൊരു സംഭവം നട്ടിട്ടുണ്ട്. അത് ഇസ്രായേൽ യെല്ലോയുടെ പുറത്ത് മഞ്ഞ കളറായിരിക്കും, പക്ഷെ ഉള്ളിൽ വെള്ളയായിരിക്കും. ഉള്ളിൽ റെഡ് വന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആണ് റെഡ് ഉള്ളത്. വെള്ളയും ഇസ്രായേൽ യെല്ലോയും ഇതിനകത്താണ് ഞാൻ നട്ടേക്കുന്നത്. പിന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മൾ എന്ത് വളമാണ്, ഇപ്പോൾ ഞാൻ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ പലരും ചോദിക്കുന്നത് എന്ത് വളമാണ് ഇട്ട് കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. നമ്മൾ ഇതിനകത്ത് വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ജൈവവളമാണ്. അതായത് ചാണകപ്പൊടിയും, പച്ച ചാണകമായാലും മതി, പച്ച ചാണകം കലക്കി ഒഴിക്കാം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ എല്ലുപൊടി. അതൊക്കെ നമ്മൾ നടുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിൽ ചേർത്തിട്ട് നമ്മൾ നടുക. ഒരു ഡ്രമ്മിൽ നമ്മൾ വെക്കുമ്പോൾ 4 കട്ടിങ്സ് നമുക്ക് വെക്കാം. 4 തൈ ഇതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ആ 4 തൈ വെക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മണ്ണ് ഒരുക്കുന്ന സമയത്ത് നന്നായിട്ട് ജൈവവളം, അതായത് പച്ച ചാണകം, ആ സമയത്ത് പച്ച ചാണകം വേണ്ട, ആ സമയത്ത് വേണ്ടത് ചാണകപ്പൊടിയും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്തരം സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ട് നടുക. അത് കഴിഞ്ഞ് പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം നമുക്ക് ഇത്തിരീശ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മളതിൽ കിട്ടുന്നതനുസരിച്ച്. പിന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ പരിപാലിക്കാൻ നമുക്ക് സുഖമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ രോഗങ്ങൾ, മറ്റുള്ള ചെടികളെ ഇതൊക്കെ പോലെ ഫംഗിസൈഡും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് അടിച്ചു കൊടുക്കേണ്ടി വരാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ രോഗങ്ങളൊന്നും വരില്ല. പിന്നെ കായ ഉണ്ടായി കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ കിളികളും കൊണ്ടുപോകില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളുള്ള കാരണം കൊണ്ട് ഇതിനകത്തേക്ക് കിളികളൊന്നും വന്ന് കയറി കായൊന്നും കൊത്തി കൊണ്ടുപോകില്ല. നമുക്ക് ഉണ്ടാവുന്ന എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് കഴിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇത് ഉണ്ടാവാറ് ഞങ്ങളൊക്കെ നട്ട സമയത്ത് ഇതിനകത്ത് പൂവുണ്ടായിട്ട് കായ ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ആ കാലഘട്ടങ്ങളിലാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് നേരെ മാറിയിട്ട് ജൂൺ ജൂലൈ ആ മാസങ്ങളിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ സമയത്ത് മഴയാണല്ലോ. ആ മഴയത്ത് ഇതിൻ്റെ പൂവുകൾ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ തുടക്കത്തിൽ ചെറിയ മുട്ടായിട്ടാണ് പൂവ് വരിക. ആ പൂവിൽ വെള്ളം കയറിയിട്ട് ആ പൂ ചീഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ചത്ര കായ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടൂല. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഷീറ്റ് എന്തെങ്കിലും വലിച്ചു കയറ്റി കഴിഞ്ഞാൽ
ഇതിനകത്ത് വെള്ളം ചാടാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പക്ഷെ ഞാനതൊന്നും ചെയ്തു കൊടുക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ കായകൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഉണ്ടായ കായ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ ഉണ്ടാകുമ്പോൾ തന്നെ മഴ ആയതുകൊണ്ട് പകുതി പൂക്കളും നശിച്ചു പോയി. ബാക്കി പകുതിയാണ് നമുക്ക് കായയായിട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു മഴ വരുമ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഇപ്പം കഴിഞ്ഞ വർഷം എനിക്ക് ഇതിൽ നിന്നൊരു 25-30 കായോളം എനിക്ക് ഇതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടി. ഈ തവണയും ഏകദേശം ഞാനിപ്പോൾ കഴിഞ്ഞ തവണ പറിച്ചു. അതിനിപ്പോൾ രണ്ടാമത്തെ സെറ്റ് ആയി വന്നേക്കണം. ഇപ്പോഴും ഒരു 5-8 ഇതിനകത്ത് കിടപ്പുണ്ട് പഴുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഡ്രമ്മിലൊക്കെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ട് പിടിപ്പിക്കുക. ഇതിൻ്റെ പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ് ഏത് തണ്ടാണ് നമ്മൾ വെക്കേണ്ടതെന്നുള്ളത്. തൈ നടുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ടത് ഏത് തണ്ടാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടായത് കണ്ടോ, ഈ തണ്ടയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചൊരു തണ്ടാണിത് കണ്ടോ. ഇവിടുന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചേക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടോ. അതുപോലെ തന്നെ അതെ ഇവിടെ അതുപോലെ തന്നെ പറിച്ചേക്കണം. ഇതുപോലത്തെ തണ്ടിൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായ തണ്ട് തന്നെ മൂത്ത തണ്ടിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവണേ. ഈ തണ്ട് നല്ല രീതിയിൽ മൂത്തേക്കുന്ന ഒരു തണ്ടാണ്. അപ്പം ഈ തണ്ടിൻ്റെ കട്ടിങ്സ് വേണം നമ്മൾ എടുത്ത് നടാനായിട്ട്. അങ്ങനെ നടുന്ന തണ്ടാണെങ്കിൽ നമുക്ക് ഒരു ഒന്നര കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ തന്നെ അതിന്മേ കായ ഉണ്ടായി തുടങ്ങും. ഞാനൊക്കെ നട്ടത് അതുപോലത്തെ ഒരു തണ്ടിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ നട്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് സിമ്പിളായിട്ട് 2 വർഷം കൊണ്ട് അതിനകത്തുനിന്ന് കായ നമുക്ക് കിട്ടും. പലരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടി മുളച്ച് വരുന്ന ചെറിയ ഇത് ഒരുപാട് മൂക്കാത്ത തണ്ടാണ് ഈ തണ്ടൊക്കെ. ഇതുപോലെ പൊട്ടി മുളച്ച് വരുന്ന തണ്ടിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കായ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് നടുമ്പോൾ തന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടാൻ പാടില്ല അതിനകത്ത്. ഇപ്പം നമ്മൾ ഡ്രമ്മിൽ നടുകയാണെങ്കിൽ തന്നെ വലിയ 2-3 ഹോള് അതിനകത്ത് ഇട്ട് കൊടുക്കണം. വെള്ളം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും. ഇതിപ്പോൾ നിലത്തായാലും അങ്ങനെ തന്നെയാണ്. വെള്ളം കെട്ടുന്ന സ്ഥലത്ത് ഈ സാധനം നടാൻ പാടില്ല. കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ, ഭയങ്കര കളറാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടായിട്ട് നന്നായിട്ട് പഴുത്ത് പറിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും രണ്ടും രണ്ടാണ്. ഇതിന് നല്ല മധുരമാണ്, നല്ല മധുരമാണ്. പലരും പറയണ ഞാൻ കേട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ അതവർ മൂക്കാതെ പറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റാണെന്നൊക്കെയാണ് പലരും എന്നോട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പലരും പറയണ അങ്ങനെ വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്, ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ് എന്നാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ നട്ടിട്ട് ശരിക്കും പാകമായ ഒരു പഴം പറിച്ച് അതിൽ നിന്നൊരു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരവും ചെറിയൊരു പുളിയുണ്ട്, നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നടുക, തീർച്ചയായിട്ടും നട്ടിരിക്കേണ്ട ഒരു ഫ്രൂട്ടാണ്. നമുക്ക് വാർക്കയുടെ മുകളിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ ഡ്രമ്മിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കായ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ഓരോ വർഷവും. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു, പിന്നെ ഇത് മെയിനായിട്ട് ഇതിൻ്റെ കളറാണ്. പിള്ളേർക്കൊക്കെ ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ വീട്ടിൽ നട്ട് നല്ല ഫ്രൂട്ടുകളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.